ഹേ ഗായ്സ്, വൈകിയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. ഓക്കെ, എല്ലാവരും ഇത് കാണണം, എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല, മാക്സിമം ചുരുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ ചുരുക്കിയിട്ടുണ്ട്. എല്ലാവരും എന്നോട് പറഞ്ഞു ബാംഗ്ലൂരിൽ എയർപോർട്ടാണ് സൂപ്പർ, ചെന്നൈ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെന്നൈ തന്നെയാണ് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയത്. ബാംഗ്ലൂർ കാണാനും നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് ഇവിടെ ചെന്നൈ തോന്നിയത് എല്ലാം അടുത്തടുത്തായി ഫീൽ ചെയ്തു. ബാംഗ്ലൂർ എയർപോർട്ട് നമ്മൾ റീച്ച് ആവണം തന്നെ എത്ര കിലോമീറ്റർ പോകണമെന്ന് അറിയും. സോ അത് ഭയങ്കര കഷ്ടമായിട്ട് ഞാൻ പുറത്തുനിന്ന് 2 ഉഴുന്നുവടയും സാമ്പാർ ചട്നി അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അഫോർഡബിൾ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിവിടുത്തെ അറൈവൽ എക്സിറ്റ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്ന് നല്ല ഭക്ഷണം കഴിച്ചു. ഭക്ഷണം മീൻസ് പറഞ്ഞല്ലോ 2 വട, അതെനിക്ക് വളരെ ധാരാളമായിരുന്നു, അത് മതി. സോ ഇവിടെ നിറയെ ഷോപ്സ് ഉണ്ട്, ഫുഡ് കോർട്ട്, അങ്ങനെ നിറയെ കാര്യങ്ങൾ, ബർഗർ അത് ഇത് പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ എക്സിറ്റിന് അറൈവലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഭയങ്കര വിഷമമുണ്ടെങ്കിൽ നമുക്ക് നേരെ കഴിച്ചിട്ട് പോകാം. പുറത്ത് ഭയങ്കര ചൂടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ചെന്നൈയിൽ മാത്രമേ ചൂടുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ അധികം നേരം അവിടെ ഇരുന്നില്ല. ഞാൻ വേഗം ഡിപ്പാർച്ചറിൽ കയറി. നമുക്ക് കുറച്ച് AC കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി. ഫ്ലൈറ്റ് നമ്പർ 58 എയർ ഇന്ത്യയുടെ 585 ആണ്. 2:35ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. സംഭവം ഇത് കൊള്ളാം അല്ലേ. കൗണ്ടർ എത്തി. എനിക്ക് ചെക്ക് ഇൻ ബാഗ്സ് ഇല്ല, പിന്നെ സീറ്റ് ചേഞ്ച് ചെയ്യാനും വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൗണ്ടറിൽ പോയിട്ടില്ല. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോകേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ബോർഡിംഗ് പാസ് ഇങ്ങനെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പം എൻ്റെ പേര് വരും. എല്ലാവരും ഇവിടെ വെയിലായതുകൊണ്ട് ചെക്ക് ഇൻ ബാഗേജസ്. Mail address Sifana 01 jam@gmail.com. Okay, then next mobile phone India. Next 797. ഓക്കെ, ബോർഡിംഗ് ബസ് വരേണ്ടതാണ്. വരുമ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ്, ഞാൻ പോകുമ്പോൾ ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇരിക്കണേ. ഇവിടെ ഫുൾ ഡിജിറ്റലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം. കാരണം ബോർഡിംഗ് പാസ് കൊണ്ടുവരുന്നു, നമ്മൾ തന്നെ അത് സ്കാൻ ചെയ്യുന്നു. മെട്രോയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്തില്ലേ, നമ്മൾ തന്നെ അത് ചെയ്യുന്നു, നമ്മൾ തന്നെ എല്ലാം ക്ലിയർ ചെയ്യുന്നു. സോ സൂപ്പർ. അത് എല്ലായിടത്തും വന്നാൽ നന്നായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. വാഷ്റൂമിലടക്കം അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡായി ഒരു വാഷ്റൂമൊക്കെ കണ്ട്. പോകുന്നത് സെക്യൂരിറ്റിക്കാണ്. ഇവിടെ നമ്മൾ ഡൊമസ്റ്റിക് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ ഉണ്ടാവില്ല. കോയിൻസ് പിന്നെ ആക്രിബിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ വേഗം ക്ലിയർ ചെയ്ത് വന്നു. പിന്നെ അത് കഴിഞ്ഞത് ഒരു വാട്ടർഫോൾ പോലൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ആ വിഗ്രഹത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ തന്നെ കുറേ ഡീറ്റെയിൽസൊക്കെ എഴുതി. വിഗ്രഹത്തിന് മാത്രമല്ല, അവിടെ ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടിക്ക് വരെ അതെന്ത് ചെടിയാണ്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടൊരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ അത് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് AC കൂടെ ഒരു രസമുണ്ട് കാണാൻ. ചെന്നൈയിലെ പഴയ ടെർമിനലിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നിറയെ ഷോപ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ അപ്പം ഇങ്ങനെ വരുമ്പോൾ കൊള്ളാം കേട്ടോ. വേറെ ഏതോ നാട്ടിൽ വന്ന ഫീല്. എനിക്ക് തോന്നിയത് ഇത് ഒരു മിനി മോളാണെന്നാണ്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊക്കെ വളരെ കുറവാണ്. എവിടെ പോയാലും നമുക്ക് എന്ത് ആവശ്യമുണ്ട് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് മാക്സിമം. ഞാൻ ഇവിടെ നിന്ന് ഒരു ബുക്ക് വാങ്ങിച്ചായിരുന്നു, 11 റൂൾസ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടമായി തോന്നി. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ബുക്സൊക്കെ വായിച്ചിട്ട് അതെല്ലാം പ്രാബല്യത്തിൽ വരുത്തണം എന്നുണ്ട്, പക്ഷെ നടക്കാറില്ല. എങ്കിലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. എനിക്ക് ബുക്സ് വായിക്കണ ഒരു കണക്കിന് എനിക്കിഷ്ടമാണ്, കുറച്ചൊക്കെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, കുഞ്ഞിനെ മുതൽ എനിക്കിഷ്ടമാണ് ബുക്സ് വായിക്കുന്നത്. ഒരു ബാക്ക് പാക്ക് മാത്രമുള്ള എൻ്റെ കയ്യിൽ. ആക്ച്വലി എയർപോർട്ട് ഇത് ചെന്നൈ വെച്ച് നോക്കുമ്പോൾ നല്ല ലക്ഷറിയാണ്, സംഭവം കൊള്ളാം. ചെന്നൈയിൽ വെച്ചാൽ ഞാൻ ചെന്നൈ എയർപോർട്ടിൻ്റെ വ്ളോഗ് ചെയ്യാതെ ഒരു ദിവസം. നിങ്ങളെ പറയേ എന്താണ് അവിടുത്തെ ഇവിടുത്തെയും വ്യത്യാസം.
അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേത് ഭാഗം? ഇത് ഭംഗി അറിയണേ താഴത്ത് പോയിട്ട് മേലോട്ട് നോക്കേണ്ടി വരും. വാട്ട് ഈസ് ദിസ്? എൻ്റെ ഗേറ്റ് നമ്പർ D5 ആണ്. അപ്പം ഞാനത് സെർച്ച് ചെയ്ത് വന്നാണ്. സ്ഥലം മാറിപ്പോയി. ലിഫ്റ്റിൽ ഇങ്ങോട്ട് പോകണ്ട, ഞാൻ അങ്ങോട്ട് പോയി. എപ്പോഴും അങ്ങനെയാണല്ലോ, ഒന്ന് ചെയ്യും വേറെ നടക്കും. നമ്മൾ വന്ന വഴി മാറിപ്പോയി. D5 ആ സൈഡാണെന്നാണ് പറയണത്. സോ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. നമ്മൾ വഴി മാറിപ്പോയി. ഇവിടെ നോക്കിയാൽ മുട്ട വിരിയുമ്പോൾ അതിന് എന്തൊക്കെയോ എൻ്റെ അക്കാമിൽ കാണിച്ചു തരാമായത്. എന്തോ ഒരു വികൃതമായ ഒരു സാധനമാണ്. ഈ കമ്പി വെച്ചിട്ടോ ഒക്കെ ചെയ്തിരിക്കുന്നത്. ഓ ആക്ച്വലി ദിസ് ഈസ് എ ഫ്രൂട്ട്. ഇതെന്താണെന്നുള്ളത് അപ്പുറത്തൊരു ബോർഡ് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് ആ ബോർഡ് നോക്കി കണ്ടുപിടിക്കാം. ഓരോ ആർട്ടിനെ കുറിച്ചും ഇവിടെ എക്സ്പ്ലെയിൻ ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ ഏതാണ് ഫ്രണ്ട് എന്നറിയില്ലല്ലോ. ഇതാണോ അതാണോ? സോറി, ഇത് ബാക്കാണ്. ഇല്ല, തന്നെ ഫ്രണ്ട്. ഫ്രണ്ട്. ഇത് നമുക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇവിടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. വാട്ട് ഈസ് ദിസ്? ദിസ് കോസ്മോസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കിയാൽ ചൂട് പൊളിച്ച് പഴുത്ത് കിടക്കുന്ന പോലെ. എനിക്ക് ചെന്നൈ അവിടെ കണ്ടിട്ട് പിന്നെ ഇവിടെ എനിക്ക് കാണുമ്പോൾ കറ ബറാന്ന് ഫീൽ ചെയ്യുക. ക്യാമറയിൽ ഒരുപാട് ദൂരമായിട്ട് കാണും. എനിക്ക് നോക്കുമ്പോൾ കുറച്ച് അടുത്തായിട്ടാണ്. അവിടുത്തെ ഞാനിങ്ങനെ ചെടിയും തൂപ്പും മുട്ടൊക്കെ ഉണ്ട്. ബൊട്ടാനിക്കൽസ്. ഇത് ആന്തോറിയം ഫ്ലവർ. അങ്ങനെ ഒരുവിധം ഞാൻ തെറ്റിപ്പോയ റൂട്ടിൽ നിന്ന് മാറി കറക്റ്റായിട്ടുള്ള ഗേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സീറ്റ് ഭയങ്കര ഹാർഡായിരിക്കും, ഇരിക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും എന്ന്. കാരണം എനിക്കെല്ലാം ഉള്ളു, ഇറച്ചിയൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇരുന്ന് കഴിഞ്ഞപ്പോൾ സംഭവം കുഴപ്പമില്ലായിരുന്നു, കംഫർട്ടബിളാണ്. പിന്നെ ആ പ്ലഗൊക്കെ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് ഇരുന്ന് വന്നതായിരുന്നു. ഒരു ഗേറ്റ് ഓൾറെഡി തെറ്റിപ്പോയി. പിന്നെ രണ്ടാമത്തെ ഒരു ഗേറ്റ് ഇരുന്ന് വന്നപ്പോൾ അത് വീണ്ടും ചേഞ്ചായി. ഗേറ്റ് ചേഞ്ചായി. ഗേറ്റ് ഫസ്റ്റ് D5 ആയിരുന്നു, ഇപ്പോൾ D18. ഗേറ്റ് ചേഞ്ച് ആണ് മെസ്സേജ് വന്നായിരുന്നു. ലാസ്റ്റ് വരെ പോകാൻ ഇവിടെ ബഗ്ഗിയൊക്കെ ഉണ്ട് കേട്ടോ. SHL സെറ്റ്. ഞാനിത് ചെന്നൈയിൽ ചോദിക്കുന്നു ബഗ്ഗി. അവിടെയും കൊണ്ടുവന്നാൽ നന്നായിരിക്കും. ഇത്രയും ആവശ്യമില്ലെങ്കിലും ഇവിടെ കൊള്ള കെട്ടമൊക്കെ ഭയങ്കരമായിട്ട് ലൈറ്റ് വരുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പകർത്താൻ പറ്റണില്ല. ഐ മീൻ എനിക്ക് പറ്റണില്ല. കുറേ ആർട്സ് ഉണ്ട്, പക്ഷേ അത് മനസ്സിലാവണില്ല. അത്രയും ബുദ്ധിയില്ലാത്തതുകൊണ്ട്. ബുദ്ധിയുള്ളവർക്ക് കണ്ടാൽ വല്ലതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. ഇതിപ്പോൾ ബിൽഡിങ്ങിൻ്റെ ലാസ്റ്റ് വരെ വന്നിട്ടും ഗേറ്റ് കാണാനില്ലല്ലോ. അതിൽ കുറേ നടന്ന് പണ്ടാരം 2 പ്രാവശ്യം വഴുതേറ്റ് പോയി. 3-ാമത്തെ പ്രാവശ്യം കണ്ടുപിടിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓ, ഇത് കൂടെ താഴെ പോകണം. ഇതൊക്കെ സത്യത്തിൽ നമ്മൾ മോളിലൊക്കെ പോകില്ലേ, ആ ഫീല്. ഞാൻ സ്ക്രീനിൽ നോക്കി അധികം നടക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മോളിൽ പോയപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ നോക്കി നടന്ന് ഞാൻ വീണ് ചാവാൻ പോയായിരുന്നു എസ്കലേറ്ററിന്. ഇതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചു. സ്നാക്സ്. അവിടെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഉണ്ട്. വിശപ്പുണ്ടോ? സത്യമായിട്ടും വിശപ്പുണ്ട് കേട്ടോ. ഞാനപ്പോൾ നോക്കിക്കോട്ടെ. ഇവിടെ വന്നാൽ വെളിയിൽ പോകാൻ പറ്റുമോ? വെളിയിൽ പോയാൽ തിരിച്ച് കയറാൻ പറ്റുമോ? ഞാനുണ്ടല്ലോ ആക്ച്വലി KFC കണ്ടിട്ടാണ് വന്നത്. ഞാൻ വിചാരിച്ചു ഈ സൈഡിൽ കൂടെ വന്നാലും ആ സൈഡിൽ കൂടെ ഇറങ്ങി പോവാം, ആ സൈഡിൽ കൂടെ വന്നാലും ഈ സൈഡിൽ കൂടെ ഇറങ്ങി പോവാം. രണ്ടും ജോയിൻ്റ് ആണ്. കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി രണ്ടും 2 ഷോപ്പാണ്. പിന്നെ മടി കാരണം ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ആയി. ഈ റിമോട്ട് ബേ കൊള്ളാട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് പുറത്ത് പോകാം. അതായത് ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് എങ്കിലും നമുക്കൊരു വെളിയിൽ പോയ പോലെ ഒരു ഫീൽ ഉണ്ടാവും. പുറത്ത് പോയി ഞാൻ ഇപ്പോൾ എയർപോർട്ടിന് പുറത്താണ്, അങ്ങനെ ഒരു ഫീൽ നമുക്ക് തരും. സ്മോക്ക് ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്യണവർക്കൊക്കെ പുറത്ത് പോകില്ല, കുറച്ച് നേരം വെളിയിലിരിക്കാൻ തോന്നുന്നവർക്കൊക്കെ വെളിയിൽ പോകാം. അതെനിക്ക് കുറച്ച് കുഴപ്പമില്ല, നന്നായി എന്ന് തോന്നിയായിരുന്നു. ഞാൻ പോയില്ല കേട്ടോ, വെയിൽ സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു.
ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഈ 2 സംഭവങ്ങളെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അവിടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ട് കട്ട കൂടി പോയിട്ട് അങ്ങോട്ട് തിരക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചൊന്ന് മാറി നിന്ന് ഞാൻ സ്റ്റാഫ് ലൈൻ കൂടെ കയറി വന്ന് അങ്ങനെ ബസ് വന്നു അതിൽ കയറിയിരുന്നു. ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇരിക്കാൻ. സോ അതിൽ കയറിയിരുന്നു. പേ എനിക്ക് ഒരുപാട് ദൂരെയായിട്ട് ഫീൽ ചെയ്തു. കാരണം കുറേ നേരം ബസ്സിനകത്ത് ഇരുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ വലിയൊരു വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ സ്ക്രീനിൽ എന്നെ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പറ്റണുണ്ടായിരുന്നില്ല. കാരണം അത്രയും വെയിലാണ്. ആ വെയിലിൽ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഈ സ്ക്രീനിൽ ഞാൻ തെളിയുന്നുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും ഒരു പോസാക്കി കൊടുത്ത് എൻ്റെ അടുത്ത് കയറി കഴിഞ്ഞ് ഞാനൊരു നടന്നു ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ നല്ല ദൂരം ഉണ്ടായിരുന്നു. ലാസ്റ്റാണ് എൻ്റെ സീറ്റ്. 39K ആയിരുന്നു. ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഫ്രണ്ടിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് സീറ്റായിരുന്നു. ആ ഒരു റോയിൽ 3 സീറ്റും ഫ്രീ ആയിരുന്നു. ജോളിയായിട്ട് പോകുക ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഞാൻ. കാരണം എപ്പോഴും വരുമ്പോൾ ഫ്രണ്ടിലെ വീഡിയോസ് എടുത്തു. ശരി ബാക്കിൽ എങ്ങനെയാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ അതുകൊണ്ടാണ് ഞാൻ സീറ്റ് ചേഞ്ച് ആക്കാതെ ശരി ആ സീറ്റേ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നത്. പക്ഷേ അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ സീറ്റ് 29-ന്ന് 26ക്ക് എനിക്ക് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ എനിക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് കുറച്ച് മോശമായിരുന്നു. പോകുമ്പോൾ കുഴപ്പമുണ്ടല്ല, വരുമ്പോൾ കാരണം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എക്കണോമി ഇതായിക്കോട്ടെ, എല്ലാ ക്ലാസ്സിനും ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം എക്കണോമി ആകുമ്പോൾ ക്രൂ നമ്മുടെ സംസാരിക്കുന്നത് നല്ല ഡിഫറൻസ് ഉണ്ട്. അതെനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. സത്യസന്ധമായിട്ട് പറയാമല്ലോ, അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. കാരണം എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണമായിരുന്നു. ഈ ജ്യൂസ് കൊള്ളാവേ.